കഴിഞ്ഞ ദിവസം നിര്യാതനായ കെ.പി. അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ്റെ മൃതസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അനുശോചന യോഗം ചേർന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായി ശോഭിച്ച കെ.പി. അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ 2 തവണ ഗ്രാമപഞ്ചായത്ത് അംഗം, സഹകരണ ബാങ്ക് ഡയറക്ടർ, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, നിയോജക മണ്ഡലം സെക്രട്ടറി, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു എന്നും അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അനുസ്മരിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മുഹമ്മദ് മാസ്റ്റർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിംസ് മാസ്റ്റർ, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കുളത്തൂർ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TD ജോയ്, UDF കൺവീനർ MB വിജയകുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മഠത്തിൽ ലത്തീഫ്, ഷൗക്കത്ത് അലി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ്, B ഷബീർ അലി എന്നിവർ പ്രസംഗിച്ചു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. നമ്മളിൽ ഒരുത്തനായിരുന്ന പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സാന്നിധ്യം അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ കബറടക്ക ചടങ്ങിന് ശേഷം നമ്മൾ ചേരുന്ന ഒരു അനുശോചന യോഗത്തിലാണ്. കുഞ്ഞപ്പനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി കുഞ്ഞപ്പൻ ചെയ്ത ത്യാഗങ്ങൾ വളരെ വലുതാണ്. കുഞ്ഞപ്പൻ നമ്മൾ പഞ്ചായത്തിൽ മെമ്പറായിട്ടുണ്ട്, ഈ ബാങ്കിന്റെ ഡയറക്ടറും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട്. ഇന്നലെ നമ്മൾ ജലീല് കല്യാണത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു, അവിടുത്തെ CPMന്റെ പ്രവർത്തകൻ ഇന്നലെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും കുഞ്ഞപ്പൻ വൈകുന്നേരം പുത്തനേക്ക് അവരിയിൽ വന്ന ആ ബെഞ്ചുമേൽ ആ ഒരു ധൂമയിരിക്കും, പോസ്റ്റ് ടീമിരിക്കും, ഞങ്ങളൊക്കെ ഒന്നിച്ചിരിക്കും, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയും. അവന് നല്ല സ്നേഹമാണ്, എന്തൊരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു എന്ന് ഇന്നലെ മരിച്ചു കിടക്കുമ്പോൾ ഇവിടെ PTVയിൽ ഇന്നലെ നടന്ന കൂട്ടത്തിക്കാരന്റെ കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കട്ടെ. ഞാനും കുഞ്ഞപ്പൻ പറയാൻ അത്യാവശ്യം നരീനാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പനെ കാണാൻ ഞങ്ങൾ പോയി. അന്ന് വളരെ അത്യാവശ്യം നരീനാണ്. പക്ഷെ അതിൽ നിന്ന് കുഞ്ഞപ്പൻ രക്ഷപ്പെട്ടു, അതിൽ നിന്ന് മാറി വന്നു. ഞാനും വന്ന ആൺകുട്ടി ഞങ്ങളൊക്കെ കാണാൻ പോയി. അവിടുന്ന് ഞങ്ങൾ പോന്നപ്പോൾ വളരെ അത്യാവശ്യം നരീനാണെന്ന് നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് പോയി കാണണം, വേറുള്ള ആൾക്കാരോട് മോഹൻലാലിനോടൊക്കെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പോയി കാണണം, കുഞ്ഞപ്പൻ വളരെ പ്രയാസത്തിലാണ്. പിന്നീട് കുഞ്ഞപ്പൻ റെഡിയായി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ കുട്ടൻ, അവിടുത്തെ വൈറ്റുകാട് കുട്ടൻ മരിച്ചപ്പോ നല്ല മഴ ദിവസം ഇക്കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ കണ്ടപ്പോ അതിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, കുഞ്ഞപ്പൻ വളരെ ഉഷാറായിട്ടുണ്ട്, ഒന്നും കൂടി നിങ്ങൾ പോയി കാണണം എന്നൊക്കെ ഷബീറലിയും ആംസക്കുട്ടിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ കുട്ടന്റെ മരിച്ചോടത്ത് നിങ്ങൾ പോന്നപ്പോ ഞാൻ അവിടെ പോയി. അപ്പൊ കുഞ്ഞപ്പൻ ഒരു തണുപ്പിലുള്ള കുപ്പായൊക്കെ ഒരു കോട്ടിട്ട് അതിന്റെ മേലെ ഒരു കള്ളി ടർക്കിയെല്ലാം പുതച്ച് ഹെസേരിയിലിരിക്കാം. ഞാനുണ്ട്, സോണിയുണ്ട്, സ്മിത ഉണ്ട്, മറ്റു 2 മെമ്പർമാർ വേറെയുണ്ട്. ഞങ്ങളെല്ലാം കൂടി പഞ്ചായത്തിന്റെ വണ്ടിയിലാണ് പോയത്. ലാബറുണ്ട്. ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്കൊക്കെ പിന്നെ ഭാര്യ നല്ല ചൂടുള്ള കാപ്പി ഉണ്ടായിരുന്നു. ഞാനും കുഞ്ഞപ്പനും ഞങ്ങളെല്ലാവരും കൂടി ആ കാപ്പി വർത്തമാനം പറഞ്ഞു. അത് ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ടു. പിന്നെ എത്ര പെട്ടെന്ന് അദ്ദേഹം വീണു. അപ്പൊ ഡെവലപ്പായി വന്നു, രക്ഷപ്പെട്ടു. കുറച്ചു കാലം കൂടി ഉണ്ടാവും കരുതി. പക്ഷെ പെട്ടെന്ന് മരണം വന്നു. മരണം ആരെ കൊണ്ട് തട്ടിമാറ്റാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 1 മിനിറ്റ് ആരെയും നീട്ടിവെക്കൂല. അത് ആകാശത്തിലാണെങ്കിലും, കടലിലാണെങ്കിലും, കപ്പലിലാണെങ്കിലും, വിമാനത്തിലാണെങ്കിലും, ഭൂമിയിലാണെങ്കിലും, എവിടെയാണെങ്കിലും മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി കുഞ്ഞപ്പനും മരിച്ചു. അപ്പൊ ആ പൊതുപ്രവർത്തകന്റെ നല്ല നന്മകളെ നമ്മൾ അയവിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. അതൊരു നമ്മളെ കടമയാണ്, ബാധ്യതയാണ്. സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ തന്നെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ശ്രീ കുഞ്ഞപ്പൻ, അദ്ദേഹത്തിൻ്റെ പേര് പലർക്കും ഇപ്പോഴാണ് അറിയുന്നത്. അത്ര അലക്സാണ്ടർ എന്നാണ് ശരിയായ പേര്, പള്ളിയിലെ പേര് അങ്ങനെയാണല്ലോ പറയുന്നത്. പള്ളിയിലെ പേര് അലക്സാണ്ടർ, വിളിപ്പേര് കുഞ്ഞപ്പൻ. ആ കുഞ്ഞപ്പൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള ദുഃഖസത്യം നാം തിരിച്ചറിയുകയാണ്.
അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഏറ്റ ഈ അഗാധമായ ദുഃഖത്തിൽ വളരെ വലിയ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ടും അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ്റെ വേർപാട് വളരെ വേദനയോടുകൂടിയാണ് നാം എല്ലാം ശ്രമിച്ചത്. രോഗബാധിതനായി വീട്ടിൽ വിശ്രമിക്കുന്നതുവരെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി സജീവമായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന കുഞ്ഞപ്പൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനെക്കുറിച്ച് ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിൻ്റെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് തനിക്ക് എത്താൻ പറ്റുന്ന സ്ഥാനമാനങ്ങളിലൊക്കെ എത്തി അവിടെയെല്ലാം പാർട്ടിക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയാണ് കുഞ്ഞപ്പൻ വിശ്രമത്തിലേക്ക് പോയത്. ശ്രീ കെ പി അലക്സാണ്ടർ എന്ന പ്രിയപ്പെട്ട കുഞ്ഞപ്പനുമായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ പലരും സവിസ്തരം പങ്കുവെക്കുകയും എനിക്ക് ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലത്തെ പരിചയം ആണുള്ളത്. ദൈവമായിട്ട് അടുത്ത് ജനപ്രതിനിധി ആയിരുന്ന ആ ഒരു കാലത്ത് നിർവ്വഹണ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന ആളെന്നുള്ള നിലയിലുള്ള ഒരു പരിചയമാണ് പിന്നീട് തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എനിക്കും ആ വ്യക്തിത്വത്തോടുള്ള ഒരു ആകർഷണീയത തോന്നിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു മത്സരം, ആ ഒരു പോരാട്ടം കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു മനുഷ്യനായി, ജയിച്ചാൽ തോറ്റാൽ മറ്റൊരു മനുഷ്യനായി സമൂഹത്തിലിറങ്ങി അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളോട് പോലും ആ സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ തമാശകളും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പോകുന്ന ഒരു മധുരിക്കൽ പ്രക്രിയയുടെ അത്തരം ഒരു പ്രക്രിയയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണെന്നുള്ളത് എന്നൊക്കെ ഞങ്ങൾ പ്രസ്ഥാനത്തൊക്കെ പൊതുരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ വളരെ ഒരു മാതൃകയാക്കിയ ഒരു നേതാവായിരുന്നു കുഞ്ഞപ്പൻ. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളോട് കൂടിയുള്ളത്. കരുവാരക്കുണ്ടിൽ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കുഞ്ഞപ്പൻ ചേട്ടൻ. അദ്ദേഹത്തെ വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാമായിരുന്നു. നമ്മളെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലാണ് എല്ലാവരോടും അടുപ്പം ഞാൻ എന്നും പുലർത്തിയിട്ടുള്ളത്. ഇന്നും ആ മേഖലയിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു കാലത്ത് കരുവാരക്കുണ്ടിലെ രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു പ്രതിഭയായിരുന്നു നമ്മുടെ അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ. പുത്തനഴി പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തുടങ്ങി നിയോജക മണ്ഡല സെക്രട്ടറി വരെ എത്തി, കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി വരെ എത്തി നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത്. ഈ കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും നമ്മുടെ സാധാരണക്കാരന് പാർട്ടിയിൽ എന്തൊക്കെ നേടാൻ പറ്റുമോ ആ പദവികളൊക്കെ വഹിച്ച ഒരാളാണ് അദ്ദേഹം. 1987 അവസാന സമയത്ത് പത്തനംതിട്ടക്കാരൻ MLA ആയിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ അവിടെ ഇറങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പുത്തനഴി ഭാഗത്തെ ആ യൂണിറ്റിന്റെ ഒരു നേതാവായിട്ടാണ് കടന്നു വന്നെങ്കിലും കരുവാരക്കുണ്ടിൽ അന്ന് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം അന്നില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനപരമായി 12 മിനിസ്റ്ററാകുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഈ വരുന്ന ഇരിങ്ങാട്ടിരി പാലം കെ കരുണാകരൻ ജി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പന്തളസ്ഥാനൻ വളരെ പ്രസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ആ പാലത്തിന്റെ ശില്പി പ്രിയപ്പെട്ട അലക്സാണ്ടറാണെന്ന് എനിക്ക് പറയാൻ കഴിയും.
എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന് എന്നോട് പ്രത്യേക സ്നേഹവും കരുതലും എന്നോടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കൊണ്ടായിരിക്കും, നിങ്ങൾക്കും പലർക്കും അത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും മറ്റും ഒരു സരസ രീതിയിലായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ സരസമായ സംഭാഷണം കേൾക്കാൻ അവർക്ക് മെമ്പർമാർ ആഗ്രഹിച്ചിരുന്നു. 10 വർഷം ഈ രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം 2018 നമ്മുടെ പഞ്ചായത്തിൽ രാഷ്ട്രീയ മാറ്റമൊക്കെ വന്നപ്പോൾ ശരിക്കും അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാനിപ്പോ എന്റെ പാർട്ടിയും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടല്ല, നമ്മൾ തമ്മിലുള്ള വ്യക്തി ബന്ധം കൊണ്ട് മാത്രമാണ് അദ്ദേഹം. ഇതുകൊണ്ടാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോ അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങോട്ടും കൊണ്ടും നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായി അവരോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുക. സാധാരണ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് ഈ കുഞ്ഞപ്പൻ ഇങ്ങനെ നല്ല സ്വഭാവഗുണം ഉണ്ടായി, എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ മാന്യമായി പെരുമാറാറുള്ളത്? അപ്പൊ ഇവിടെ കുത്തനയിലെ 2-3 നേതാക്കളാണ് പുറത്തേക്ക് വരുന്നത്. ഒന്ന് മൂർഖൻ അൻസാർ ലീഗ്, ഒന്ന് മൂർഖൻ മുഹമ്മദ് മാഷ് CPM, ഒന്ന് അലക്സാണ്ടർ എന്ന കുഞ്ഞപ്പൻ. ഇത് 3 ആളും നമുക്ക് വേറിട്ടാൽ ഓരോ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും പറയാൻ പറ്റും. അവര് പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും മുന്നണിക്കും വേണ്ടി ജീവൻ കളഞ്ഞ് ആത്മാർത്ഥമായി മറ്റെവിടെയും പോകാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കുത്തനയിലുള്ള 3 നേതാക്കൾ. അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ പറയുന്നത്. പക്ഷെ തോമസിന്റെ മരണശേഷം എനിക്ക് ഞാൻ മാരിയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പല പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ റേഷൻ കാർഡുകൾ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പല പ്രാവശ്യം വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു വ്യക്തിയാണ് കുഞ്ഞപ്പൻ ചേട്ടൻ. ഞാൻ അതിശയിച്ചു പോയി. സാധാരണ ഒരു വിധവയായ ഒരു സ്ത്രീയുടെ കൂടെ വേറെ ആരും നടക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുഞ്ഞപ്പൻ ചേട്ടനോട് വില്ലേജിൽ പോവുകയും അത് പഞ്ചായത്തുള്ള പല ഓഫീസുകളിൽ നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നടത്തി തരികയും ചെയ്തു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഭാര്യ പറഞ്ഞൊരു 43 വർഷം ആയി കല്യാണം കഴിഞ്ഞിട്ട് അതിൽ എനിക്ക് കിട്ടിയത് കുഞ്ഞപ്പഞ്ചായത്തായിൽ എനിക്ക് കിട്ടിയത് ആദ്യത്തെ 3 വർഷം മാത്രമാണ്. ബാക്കി 40 വർഷവും നിങ്ങൾ പാർട്ടിക്കാരാണ് അദ്ദേഹത്തെ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടില്ല. നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ പ്രസ്ഥാനത്തിൽ ഉള്ളവരുടെ ഉള്ളിൽ പലവിധ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ അത്ര വേദന കുടുംബം സഹിച്ചിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് പലരും കടന്നു വരുന്നത്. അതിനുള്ള അംഗീകാരം നമുക്ക് കൊടുക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് ഉത്തരം എന്ന് പറയുന്നത്.